ഒരു ചിരി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് നല്ലൊരു ചിരി ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു പോസിറ്റിവിറ്റി അയാളോട് ഫീൽ ചെയ്യാറുണ്ട്. ഈ ചിരിക്ക് അപ്പുറത്തേക്ക് നല്ല പല്ലുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെയും കൂടെ ഒരു ലക്ഷണമാണ് അല്ലേ? പ്രൈസ് കുറഞ്ഞ ഒരു അലൈനർ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് കോംപ്രമൈസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് എ വേർഡ്, കോംപ്രമൈസ്. പ്രൈസ് കുറഞ്ഞ ഒരു അലൈനർ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ കുറെ ആഡ്സ് എൻ്റെ ഫോണിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് അലൈനർ തരും. അതൊരു പ്രൊഡക്റ്റ് അല്ല. ഒരുപാട് ടൈപ്പ് അലൈനേഴ്സ് ഉണ്ട്. അത് എക്സ്പെൻസീവ് കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് ഒരു ഡോക്ടറിനെ സെലക്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഡോണ്ട് ഡു ഇറ്റ്. ഞാൻ റീലിൽ വരുന്നുണ്ട്, നിങ്ങളുടെ ഫോണിൽ ഇടയ്ക്ക് എന്നെ കാണുന്നുണ്ടെന്ന് വെച്ച് എന്നെ കണ്ണടച്ച് വിശ്വസിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അത് നമ്മൾ നോക്കണം, ആ ഡോക്ടർ എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്, ആ ഡോക്ടർ ജെനുവിനിറ്റി ഉള്ള ആളാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓൺലൈൻ ത്രൂ മാത്രമായിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും പറയാറ്. പല്ലിന്റെ പ്രശ്നങ്ങൾ വളരെ ഗ്രാജുവൽ ആയിട്ടായിരിക്കും പ്രശ്നമാവുന്നത്. ഇനീഷ്യലി നമുക്കൊരു കേട് വരും, അത് വലിയ വേദനയൊന്നും കാണത്തില്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരി പുളിപ്പ് വരും, ആ കേട് വലുതായി കാണും. കുറച്ചുനാൾ കഴിയുമ്പോൾ അത് വേദന ആവുമ്പോഴാണ് നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് വരുന്നത്. നമ്മുടെ ചെവിയുടെ മുന്നിലായിട്ട് താഴത്തെ താടിയലിന്റെ ഭാഗത്തായിട്ട് അത് തലയിലേക്ക് ചെറുതായിട്ട് റേഡിയേറ്റ് ചെയ്യുന്ന പോലത്തെ പെയിനൊക്കെ യൂഷ്വലി നമ്മുടെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് എന്ന് പറയും. പലർക്കും വായ തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ ഒരു ക്ലിക്ക് സൗണ്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. ഈ ഡിസോർഡേഴ്സ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെറുപ്പത്തിലൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബോൾ വെച്ചിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ വായിൽ വെച്ചേക്കുന്ന ഒരു ക്രൗൺ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ ഈ ഒരു ജോയിന്റിനെ അത് എഫക്റ്റ് ചെയ്യും. പണ്ടുള്ളവരൊന്നും എന്താ ഡെന്റൽ ഫ്ലോസ് ഒന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ, പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ? നമ്മൾ പറയും പണ്ടുള്ളവരുടെ പല്ല് നല്ല സൂപ്പർ പറയുകയും ചെയ്യില്ല. പക്ഷെ ഒന്ന് നോക്കിയാൽ നമ്മുടെ ഫാദറിന്റെയോ മദറിന്റെയോ അല്ലെ ഗ്രാൻഡ് പാരന്റ്സിന്റെയോ വായിൽ എത്ര ഹെൽത്തി ടീത്ത് ഉണ്ടെന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതില്ല. പറഞ്ഞ പോലെ 25-30 എന്നൊക്കെ പറഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ് ഒക്കെ നമ്മുടെ ഈ ഒരു ജോയിന്റിനെ ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. സ്ട്രെസ് നമ്മുടെ ഓവറോൾ ബോഡിയുടെ ഒരു പാർട്ടാണല്ലോ ഇതെല്ലാം. ഇറ്റ് അഫക്ട്സ് എവറിത്തിങ്. ഇപ്പോൾ ഒരു ഫേസ്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, ഈ ഒരു ബ്രാൻഡിനെ ആളുകൾ അറിയുന്നുണ്ട്. ഈ ഒരു ലെവലിലേക്ക് അതിൽ എത്തിക്കാനായിട്ട് ഡോക്ടർ എടുത്ത സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു? എവറിത്തിങ് വാസ് എ സ്ട്രഗിൾ ഇൻ ദി ബിഗിനിങ്. നമ്മുടെ ടൈം, നമ്മുടെ വർക്ക്, സ്ട്രെസ്, ഒരു ടീമായിട്ട് ഒരു കാര്യം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി സാറ്റിസ്ഫൈങ് ടു സീ അതൊരു സക്സസ് ആവുന്നത് കാണാൻ. അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഒരാളുടെ മുഖത്തിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുക്കുന്നതും അയാളുടെ സൗന്ദര്യത്തെ ഇല്ലാണ്ടാക്കുന്നതിലും വലിയ പങ്കുവഹിക്കുന്ന ഒരു ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയും പല്ലാണെന്ന് പറയും. ബിക്കോസ് ഞാൻ പല്ലിൽ വളരെ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പല്ലിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ പല്ല് എങ്ങനെ കൃത്യമായി നോക്കണം, ദന്ത സംരക്ഷണം എന്ന് പറയുന്ന ആ ഒരു വലിയ മേഖലയെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നത് ഈ മേഖലയിൽ വളരെയധികം എക്സ്പേർട്ടീസ് ഉള്ള ഫേസ്കോ ഡെന്റൽ ആൻഡ് സ്കിൻ എന്ന് പറയുന്ന ക്ലിനിക് നടത്തുന്ന ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ സ്നേഹയാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ആരോട് ചോദിച്ചാലും പല്ലിന് പ്രശ്നമില്ലാത്ത ആൾക്കാരില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ പലപ്പോഴും പറയായിരുന്നു, ഈ ഡെന്റിസ്റ്റുമാർ ഉണ്ടാക്കുന്നതാണ് പകുതിയിലധികം പ്രശ്നങ്ങളും. സത്യത്തിൽ പല്ലിന് ഇത്രയും പ്രശ്നമൊന്നുമില്ല. നമ്മൾ വെറുതെ ഒന്ന് ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓട്ടയുണ്ട്, ഇത് പറഞ്ഞു പോവാറായി, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡെന്റിസ്റ്റുമാർ ഉണ്ടാക്കുന്നതാണ് പകുതിയിലധികം പ്രശ്നങ്ങളെന്ന് പറയും. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഡെന്റിസ്റ്റിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് പറയാന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മളത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത്രയും പ്രശ്നങ്ങൾ അവരുടെ വായിലുണ്ടെന്ന് അവർ അറിഞ്ഞു കാണത്തില്ല. അത് പിന്നെ പല്ലിന്റെ പ്രശ്നങ്ങൾ വളരെ ഗ്രാജുവൽ ആയിട്ടായിരിക്കും പ്രശ്നമാവുന്നത്. ഇനീഷ്യലി നമുക്കൊരു കേട് വരും, അത് വലിയ വേദനയൊന്നും കാണത്തില്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരി പുളിപ്പ് വരും, ആ കേട് വലുതായി കാണും. കുറച്ചുനാൾ കഴിയുമ്പോൾ അത് വേദന ആവുമ്പോഴാണ് നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് വരുന്നത്. അതിലും എന്തുകൊണ്ട് നല്ലതാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ഡെന്റൽ വിസിറ്റ് ചെയ്ത് ഡെന്റിസ്റ്റുമാർ ഇങ്ങനെ അത് ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് പല്ലുകൾ നഷ്ടപ്പെടാതിരിക്കും. 6 മാസം കൂടുമ്പോൾ ഡെന്റിസ്റ്റിനെ കാണണം എന്ന് പറയും, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും പല്ല് ബ്രഷ് ചെയ്യണമെന്ന് പറയും. ഇതൊക്കെ ചെയ്തിട്ടും ആൾക്കാർക്ക് പല്ലിന് കേടുണ്ടല്ലോ, അതെന്താ അങ്ങനെ? അതിന്റെ ഒരു കാരണം നമ്മുടെ
ഇപ്പോഴത്തെ ഡയറ്റാണ്. നമുക്ക് കുറേ ഷുഗറി ഫുഡ്സ്, കുറേ റിഫൈൻഡ് ഷുഗേഴ്സ് ഒക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, ജ്യൂസ് കുടിക്കുന്നത്, ഫ്രീക്വൻറ്റ് സ്നാക്കിങ്, മിഡ് നൈറ്റ് സ്നാക്കിങ് അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കയറി പോകാനുള്ള ചാൻസസും അതവിടെ ഇരുന്ന് കേട് വരാനും പിന്നെ ഒരു കുറച്ച് നെഗ്ലിജൻസ്, പിന്നെ വേറെ നമ്മുടെ നാട്ടിൽ കണ്ടുവരാത്തൊരു കാര്യം ഫ്ലോസ് ചെയ്യാറില്ല ആരും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിനിടയിലേക്കുള്ള കാര്യങ്ങളൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ അതുകൂടെ ചെയ്തു പോവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ പണ്ടുള്ളവരൊന്നും എന്താ ഡെന്റൽ ഫ്ലോസ് ഒന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ, പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ? നമ്മൾ പറയും പണ്ടുള്ളവരുടെ പല്ല് നല്ല സൂപ്പർ പറയുകയും ചെയ്യില്ലേ? പറയും. പക്ഷെ ഒന്ന് നോക്കിയാൽ നമ്മുടെ ഫാദറിന്റെയോ മദറിന്റെയോ അല്ലെ ഗ്രാൻഡ് പേരൻസിന്റെയോ വായിൽ എത്ര ഹെൽത്തി ടീത്ത് ഉണ്ടെന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ പല്ലുകൾക്ക് മോണ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പല്ലുകൾ കേടോ ബുദ്ധിമുട്ടോ വന്നിട്ട് പോയിട്ടുണ്ടാവും. പകുതി പേരുടെ പല്ലുകൾ ചിലപ്പം ഡെഞ്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രൗണോ ബ്രിഡ്ജോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അത് അന്ന് ക്രൗണും ബ്രിഡ്ജും ഒക്കെ ഉണ്ടോ? അത് പണ്ട് തൊട്ടേ ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ പല്ല് വെക്കുന്നത് കണ്ടിട്ടില്ലേ പ്രായമായിട്ടുള്ളവര്? നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഡെന്റിസ്റ്റ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഈ ഹെൽത്തി ടീത്ത് നമുക്കൊരു ഏജ് വരെയും നമുക്ക് സംരക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ശരിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഡോക്ടറുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരാം. ഞാനൊരു അമ്മയാണ്, ഒരു 8 മാസം പ്രായമുള്ള കുഞ്ഞ് വീട്ടിലുണ്ട്. ഞാൻ എൻ്റെ കരിയറും അതുപോലെ എൻ്റെ പേഴ്സണൽ ലൈഫും മുന്നോട്ട് കൊണ്ടുപോകാൻ പെടുന്ന പാട് എനിക്കറിയാം. അപ്പോൾ 2.5 വയസ്സും 6 മാസവും പ്രായമുള്ള ഒരു കുഞ്ഞ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മ എന്നുള്ള നിലയിൽ ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ എന്തൊക്കെ പാടുകളാണ്, എന്തൊക്കെ സാക്രിഫൈസുകളാണ് ചെയ്യുന്നത്? അത് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അമ്മമാർക്ക് മാത്രമേ അത് കാര്യമായിട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് എപ്പോഴും കുട്ടികളെ വീട്ടിലാക്കിയിട്ട് പോകുമ്പോൾ എല്ലാ അമ്മമാരുടെയും മനസ്സിലൊരു ഗിൽറ്റി ഫീലിംഗ് ആണ്. അതെ, നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കരിയർ മാറ്റി വെക്കുമ്പം അവിടെയും നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് അതൊരു സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നമുക്കൊരു സ്ട്രോങ് വിൽ പവർ വേണം. അതൊരു കാര്യമുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നത് എൻ്റെ ഉറക്കമാണ്. സ്ലീപ്പ് ഇപ്പൊ ഒരു ലക്ഷറി പോലെ എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ കുറെ നാൾ ഉറങ്ങാന്നൊക്കെ പറയുന്നത് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ലക്ഷറി നൗ. പിന്നെ അതിൻ്റെ കൂടെ ആക്ച്വലി നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും, ഞാൻ പണ്ടെന്നൊക്കെ പറയുമ്പോൾ കുറേ ഉറങ്ങുന്ന ആളായിരുന്നു, കുറേ വർക്ക് ഒബ്സെസ്ഡ് ആയിട്ടൊക്കെ ഉള്ള ആളായിരുന്നു. എനിക്ക് ഇത്രയും ലെസ് സ്ലീപ്പിൽ ഹൈ അലേർട്ട് മൈൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനൊരു അമ്മയായതിനു ശേഷമാണ് മനസ്സിലാക്കി തുടങ്ങിയത്. എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാനായിട്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ ജോലിയിൽ നിന്ന് കുറച്ചു കാലത്തേക്കൊന്ന് മാറി നിൽക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടൊരു 3 months ഞാൻ റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്കും ഐ വാസ് വർക്കിംഗ്. പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരുന്നില്ല. ആ ഒരു സമയം എന്തായാലും കുഞ്ഞിന് വേണ്ട ഒരു സമയമായിട്ട് തോന്നിയിട്ടുണ്ടല്ലോ. അതല്ലാതെ ബാക്കി എല്ലാ സമയത്തും ജോലി ചെയ്തിരുന്ന ആളാണോ? ഒരു പ്രഗ്നൻസി ജേർണി മുഴുവൻ ജോലി ചെയ്ത ഒരാളാണോ? അതെ അതെ അതെ. എനിക്ക് ആക്ച്വലി ഐ ഫീൽ വർക്ക് കൂടുതൽ റിലാക്സിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഐ ലവ് മൈ വർക്ക്. ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അതൊരു ബേർഡൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ബേബി ഉണ്ടായ ടൈമിൽ എനിക്ക് ഭയങ്കര ഗിൽറ്റായിരുന്നു. ഈ ബേബി വേണോ വർക്ക് വേണോ രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ. സെക്കൻഡ് ബേബി ആയി കഴിഞ്ഞപ്പം I felt there is no point in that. I should give my 100%. വർക്ക് ചെയ്യുന്ന ടൈമിൽ അതിൽ 100%, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് 100%. ആ ഒരു മൈൻഡിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫേസ്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ഈ ഒരു ബ്രാൻഡിനെ ആളുകൾ അറിയുന്നുണ്ട്. ഈ ഒരു ലെവലിലേക്ക് അതിൽ എത്തിക്കാനായിട്ട്, ഫേസ്കോ ഡെന്റൽ ആൻഡ് സ്കിൻ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഡോക്ടർ എടുത്ത സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു? എനിക്കറിയാം ഒരാൾ മാത്രമായിട്ട് ചെയ്ത കാര്യമല്ല, നിങ്ങൾ 4 പേരാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. പക്ഷെ അതിന് എന്താണെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ലേ? നമ്മുടേതായ എടുത്ത കുറച്ച് വർക്കുകൾ ഉണ്ടാവില്ലേ? അതെന്തായിരുന്നു? ഇനീഷ്യൽ ക്ലിനിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് തൊടുപുഴയായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ എറണാകുളത്തേക്ക് എക്സ്പാൻഡ് ചെയ്തത്. പിന്നെ ബ്രദറും സിസ്റ്ററും കൂടെയാണ് എറണാകുളത്തെ ക്ലിനിക്സിൽ ഉള്ളത്. അപ്പോൾ എന്താണ് ഒരു സ്ട്രഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ് വാസ് എ സ്ട്രഗിൾ ഇൻ ദി ബിഗിനിങ്. നമ്മുടെ ടൈം, നമ്മുടെ വർക്ക്, സ്ട്രെസ്. പിന്നെ PG ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് മാരീഡ്. PG ടൈമിലായിരുന്നു ഞാൻ കല്യാണം കഴിച്ചത്. ആ സമയത്ത് ഹസ്ബൻഡ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുമായിരുന്നു. ആ സമയത്ത് മാറി നിൽക്കുന്നത് തൊട്ട് പിന്നെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള ഇനീഷ്യൽ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ അത് ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര റിവാർഡിങ് ആയിരുന്നു. നമ്മൾ തനിയെ ആസ് ഒരു ടീമായിട്ട് ഒരു കാര്യം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി സാറ്റിസ്ഫൈങ് ടു സീ. അത്
അതൊരു സക്സസ് ആവുന്നത് കാണാൻ അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സ്ട്രഗിൾസ് ഒരു സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനിടയിലാണ് ഇനി കുഞ്ഞൊക്കെ വരുന്നത്. നമ്മൾ ഈ ബ്രാൻഡ് തുടങ്ങി അതിനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോഴാണ് 2 കുഞ്ഞുങ്ങൾ വരുന്നത്. അപ്പോഴും ഇതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അത് ലൈക്ക് ഞാൻ ഫസ്റ്റ് ബേബിയുടെ ടൈമിൽ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു കേട്ടോ. ലൈക്ക് എങ്ങനെ മാനേജ് ചെയ്യും, നമ്മൾ ന്യൂ അല്ലേ, എല്ലാ ന്യൂ മദേഴ്സിനും എന്ത് ചെയ്യും, കുട്ടീൻ്റെ ഓരോ കാര്യങ്ങളും എല്ലാം, കുട്ടി ഒന്ന് ചുമച്ചാൽ ചോദിക്കുന്ന ആൾക്കാരാണ്. അതെ, അപ്പൊ അത് ആ ഒരു ഫേസിൽ കൂടെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ഇതിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഷുഗർ കൊടുക്കണ്ട, ഡയപ്പർ ഇടിക്കരുത്, ഫോർമുല കൊടുക്കരുത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഐ ഗേവ് മൈസെൽഫ് ദോസ് റൂൾസ്. സെക്കൻഡ് ബേബി ആയി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ആളുകൾ പറയും ഞാനൊരു ബാഡ് പേരൻ്റ് ആണ്, ബട്ട് നൗ ഐ എം ഓക്കെ വിത്ത് ബീങ് എ ബാഡ് പേരൻറ്റ്. പക്ഷേ നൗ ഇപ്പം എനിക്ക് എന്താണോ നമ്മളുടെ മൈൻഡിനെ സെയിൻ ആക്കി വെക്കുന്നത്, അതുപോലെ തന്നെ കുട്ടീനെയും ഹാപ്പി ആക്കി വെക്കുന്നത്, ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ലൈക്ക് ഞാനിപ്പോൾ വരുന്ന ടൈമിൽ കുട്ടിക്ക് ഫോർമുല മിൽക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ ഐ എം ഓക്കെ വിത്ത് ദം യൂസിങ് ഡൈപ്പേഴ്സ്. പിന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെയും കെയർ ടേക്കറിൻ്റെ അടുത്താക്കിയിട്ടൊക്കെയാണ് വരുന്നത്. അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ആൻഡ് ഐ ഡോണ്ട് ട്രൈ ടു ടേക്ക് ഒരുപാട് സ്ട്രെസ് എടുക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. കാരണം അമ്മമാർ ഇങ്ങനെ ഓരോരോ സക്സസ്ഫുൾ ഇതിൽ പോയി കാണുമ്പോൾ കുട്ടികളും ഗ്രാജുവലി അത് മനസ്സിലാക്കും. ഒരുപാട് ആളുകൾ അമ്മമാരെ കുറ്റപ്പെടുത്തും. നമ്മള് ജോലിക്ക് പോകുന്ന അമ്മമാരാണ് കുട്ടികളിലേക്കുള്ള ശ്രദ്ധ കുറയുന്നു, അത് സത്യമാണ്. കൊടുക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കുന്നില്ല. അത് നമുക്കാണ് എക്സ്ട്രാ ഗിൽറ്റ് ആണ്, പറയുന്നവർ പറഞ്ഞിട്ട് പോകും. എന്താല്ലേ 2 അമ്മമാർക്ക് എത്ര കാര്യമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ കുട്ടിക്ക് എന്താ ബെസ്റ്റ് എന്നുള്ളത് നമുക്കറിയാം, അതേപോലെ നമുക്ക് എന്താ ബെസ്റ്റ് എന്നുള്ളതും അറിയാം. ഫൈൻഡ് ദാറ്റ് മിഡിൽ ഗ്രൗണ്ട്, അതിൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവാ, അത്രേ ഉള്ളൂ. ഈ 2 കുഞ്ഞുങ്ങൾക്ക് പൊതുവെ എല്ലാവരും പറയില്ലേ പാൽപ്പല്ലാണ്, അപ്പൊ അതുകൊണ്ട് ആ പല്ലില് നമുക്ക് പിന്നെ കേട് വന്നാലും കുഴപ്പമൊന്നുമില്ല, എന്ത് വേണേലും അത് കഴിച്ചോട്ടെ, എങ്ങനെ വേണേലും നടന്നോട്ടെ എന്ന്. പക്ഷെ ഇപ്പൊ ഒരുപാട് ന്യൂ മദേഴ്സ് പറയുന്ന കേൾക്കാറുണ്ട് 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ പല്ല് വരുമ്പോൾ തൊട്ട് കുഞ്ഞിന് ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ടെന്നൊക്കെ. ഞാനൊക്കെ എൻ്റെ വീട്ടിലൊരു ബ്രഷ്, ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്കുള്ള ബ്രഷ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചപ്പോൾ എൻ്റെ അമ്മയൊക്കെ തലകുത്തി കിടന്ന് ചിരിക്കുകയായിരുന്നു, ഇത് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സത്യത്തിൽ ഇതൊരു നെസസിറ്റി അല്ലേ? വെരി മച്ച് നെസസിറ്റി ആണല്ലേ? അതെ അതെ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അവര് അത് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മള് ഇപ്പൊ ഈ വാങ്ങിക്കുന്ന ബ്രഷിനേക്കാളും കൊച്ചു കുട്ടികളിൽ എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നിയത് ക്ലോത്ത് ആണ് കേട്ടോ. ചെറിയൊരു ക്ലോത്ത് എടുത്തിട്ട്, ഒരു കോട്ടൺ ക്ലോത്ത് എടുത്ത് ഇത്തിരി ഒന്ന് നനച്ചിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. പല്ലില് കുഞ്ഞ് 1 or 2 പല്ല വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വൃത്തിയായിട്ട് നമ്മൾ വെക്കണം. കുട്ടികളുടെ പല്ലിന്റെ ഇനാമല് ഭയങ്കര തിന്നാണ്, പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന്റെ കൂടെ ഇവര് എന്തെങ്കിലുമൊക്കെ സ്വീറ്റോ ഷുഗറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിച്ചു തുടങ്ങുന്ന ഒരു സമയം കൂടെ ആണെന്നുണ്ടെങ്കിൽ കേരീസിന്റെ എമൗണ്ട് കൂടും. അതുകൊണ്ടാണ് ഒരു കാര്യം കുട്ടികൾക്ക് ഷുഗർ പെട്ടെന്ന് കൊടുക്കരുതെന്ന് പറയാറുള്ളത്. സ്വീറ്റ്സ് ക്യാൻഡീസ് ഒക്കെ ലിമിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഏത് പ്രായം തൊട്ട് ആദ്യത്തെ പല്ല് വരുമ്പോ തൊട്ട് നോക്കിയാൽ മതിയോ ആദ്യത്തെ സംരക്ഷണം എന്ന് പറയുന്ന ഏരിയ? യെസ്. പിന്നെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ഉണ്ടാവുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഒരു ഇഷ്യൂസ് ഉണ്ടാവാം, പാലറ്റിന്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണം. ടങ് ടൈ ഉണ്ടെങ്കിൽ. അതല്ലാതെ പല്ല് വന്ന് തുടങ്ങുമ്പോൾ തന്നെ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇങ്ങനെ പല്ല് നനച്ചു കൊടുക്കൽ മാത്രം ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വെക്കുക? ഇതാണ് മെയിൻ കാര്യം. നമ്മൾ ക്ലീൻ ആക്കി വെക്കുക. കുട്ടികൾ നൈറ്റ് ടൈം ഫീഡിങ് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ടൈം ഫീഡിങ് കുറയ്ക്കാൻ നോക്കുക. കാരണം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പാല് കുടിച്ചിട്ട് കിടക്കാണ്, അതിന്റെ കുറെ ഉറങ്ങുകയല്ലേ കുട്ടി. അപ്പൊ താഴത്തെ പല്ലുകളിലായിരിക്കും പാല് വന്ന് അടിഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഈ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് പറയും. ബോട്ടിൽ കുടിച്ചിട്ട് കിടക്കുമ്പോൾ ഉള്ള കുട്ടികളിൽ അപ്പർ ഫ്രണ്ട് ടീത്തിലും താഴത്തെ ബാക്ക് ടീത്തിലാണ് കൂടുതൽ കാണുന്നത്. അതിലൊക്കെ കേട് വരാനൊരു ചാൻസസ് ഉണ്ട്. പക്ഷെ അപ്പോഴും ഞാനൊരു സംശയം ചോദിക്കട്ടെ ഡോക്ടറെ, അത് പാൽപ്പല്ലല്ലേ, അത് പോകൂല്ലേ, പുതിയ പല്ല് വരില്ലേ, അതിനെ നോക്കിയാൽ പോരെ നമ്മള്? ഈ പാൽപ്പല്ലാണെങ്കിലും കുട്ടികളുടെ കോൺഫിഡൻസിനെ വളരെയധികം അത് ബാധിക്കും. 2ലെ പല്ലില് കേട് വരുമ്പോ എല്ലാരും കാണുമ്പോ പറയും പുഴുപ്പല്ല. അത് ഒരുപാട് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. അതെ, അതൊരു കാര്യം. പിന്നെ ഈ പുഴുപ്പല്ല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പല്ലിൽ ഒരു ഇൻഫെക്ഷൻ ആയാൽ നമുക്ക് വരുന്ന പെർമനന്റ് ടീത്തിനെ അത് ബാധിച്ചേക്കാം. അങ്ങനെയുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ പെർമനന്റ് ടീത്ത് വരുന്നത് പാൽപ്പല്ല് എവിടെയാണോ ഇരിക്കുന്നത് അതിനൊരു ഗൈഡ് ആക്കിയിട്ട് ആ പൊസിഷനിലേക്കായിരിക്കും. ഇതങ്ങ് നേരത്തെ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് കൺഫ്യൂസ്ഡ് ആവുമ്പോൾ എങ്ങോട്ട് വരണം എന്ന്. അപ്പൊ പിന്നെ വരുന്ന പല്ലുകൾ നിരതെറ്റി വരും. പിന്നീട് കുട്ടിക്ക് ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നമ്മളത് നിരയിലേക്ക് ആക്കേണ്ടി വരും. അത് കൂടുതൽ പണിയെടുക്കുന്നതിന് മുൻപ് ഇങ്ങനെ ചെറിയ
കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മാത്രം മതി. നമുക്ക് വലിയ എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് പ്രോപ്പർ ഓവർലുക്ക് ചെയ്ത് ബ്രഷ് ചെയ്യിപ്പിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. മനസ്സിലായി. ഇപ്പോഴത്തെ പാരന്റ്സ് ഒക്കെ ഇതിൽ വളരെ അവെയർ ആണ്, സത്യമാണ്. പക്ഷെ ഇപ്പൊ ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരാള്, അയാൾക്ക് ഇപ്പോഴായിരിക്കും നമ്മൾ നന്നായി ഏൺ ചെയ്ത് തുടങ്ങി പല്ലിലേക്കൊക്കെ കാര്യമായി സ്പെൻഡ് ചെയ്യാം എന്നുള്ള ഒരു ധൈര്യത്തിലേക്ക് വരുന്നത്. അപ്പൊ തൊട്ട് നമ്മൾ ചെയ്തു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഡോക്ടർ ഏറ്റവും കാര്യമായി കൊടുക്കുന്ന അഡ്വൈസുകൾ? 1 is ഹൈജീൻ. 2, നമുക്ക് ഇനീഷ്യലി എന്തെങ്കിലും കേടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളത് നമുക്ക് ഹാബിറ്റ്സ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ഒരു ഏജ് ആണ് ആ ഒരു ഏജ്. ഈ പറഞ്ഞ പോലെ 25, 30 എന്നൊക്കെ പറഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ് ഒക്കെ നമ്മുടെ ഈ ഒരു ജോയിന്റിന് ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. പല്ലിനെ, നാക്കിനെ, ജോയിന്റിനെ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സ്ട്രെസ് നമ്മുടെ ഓവറോൾ ബോഡിയുടെ ഒരു പാർട്ടാണല്ലോ ഇതെല്ലാം. ഇറ്റ് എഫക്ട്സ് എവറിത്തിങ്. അപ്പൊ നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക, ഹൈജീൻ പ്രോപ്പർ ആയിട്ട് നിൽക്കുക, ഡെന്റൽ ചെക്കപ്സ് ചെയ്തു പോവുക, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ എങ്ങനെ സ്ട്രെസ് കുറയ്ക്കാന്ന് പറയാൻ ഭയങ്കര എളുപ്പമല്ലേ? എങ്ങനെയാ ചെയ്യാൻ സാധിക്കുക? അത് അല്ല, ഞാൻ അതൊരു ഡെന്റൽ ഡോക്ടറോട് ചോദിക്കേണ്ട ചോദ്യമാണോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ പല്ലിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഡോക്ടർ എങ്ങനെയായിരിക്കും അതിനെ ഒരു പറഞ്ഞു കൊടുക്കുക? ഐ വുഡ് സേ പ്രോപ്പർ സ്ലീപ്പ് ഇസ് വൺ തിങ്. നന്നായിട്ട് നമ്മൾ ഉറങ്ങുക. അതേപോലെ നമുക്ക് വർക്ക് പ്രഷർ, സ്ട്രെസ്സുകളൊക്കെ നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ സ്ട്രെസ്സിനെ എടുക്കുന്നത് അങ്ങനെ ആയിരിക്കും നമ്മുടെ ബോഡി അതിന് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡിനെ നമ്മൾ കാമാക്കി വെക്കുക. പുറത്തുനിന്നുള്ളൊരു കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളുടെ ബോഡീനെ നമ്മൾ കാമാക്കി വെക്കാനുള്ള കാര്യങ്ങൾ, അത് ചിലർക്ക് യോഗ ആയിരിക്കാം, റീഡിങ് ആയിരിക്കാം. ഫൈൻഡ് എ ഗുഡ് ഹോബി എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അത് പറയാൻ എനിക്കൊക്കെ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഐ വുഡ് സജസ്റ്റ് ദാറ്റ്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ കുറെ എക്സ്പീരിയൻസുകളിൽ നിന്ന് ഡോക്ടറോട് ചോദിക്കാം. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ അടുത്ത ഒരു ഡെന്റൽ ക്ലിനിക് ഉണ്ട്. അവിടെ ചെല്ലുന്നു. ആ ഡോക്ടർ ഇപ്പോൾ ഓർത്തോഡോണ്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ സ്മൈൽ കറക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണോ ഇങ്ങനെയൊന്നും നമുക്കറിയില്ല. അദ്ദേഹം ഒരു ഡെന്റിസ്റ്റ് ആണ്, അത്രയേ ഉള്ളൂ. അവിടെ ചെല്ലുന്നു, എന്തെങ്കിലും പല്ലിന് കംപ്ലൈൻറ്റ്, ഒരു പരിധിക്ക് അപ്പുറമുള്ള കേടാണെന്നുണ്ടെങ്കിൽ പല്ല് പറിച്ച് കളയുക, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് പ്രത്യേകിച്ച് താല്പര്യവും കൂടെ ഉള്ള ഒരാളെന്നുള്ള നിലയിൽ ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഇത് സ്മൈൽ കറക്ഷൻ ഒരു ഡോക്ടറുണ്ട്, പല്ലിന് ക്ലിപ്പിടാൻ മറ്റൊരു ഡോക്ടറുണ്ട്, ഇങ്ങനത്തെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കുന്ന മറ്റു ഡോക്ടേഴ്സാണ്, ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ഡെന്റിസ്റ്റിനെ ചൂസ് ചെയ്യുന്നത്? എവിടെയാണ് പോകേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുന്നത്? ഡെന്റിസ്ട്രിയിൽ 9 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ പലർക്കും അത് അറിയില്ല. ഓരോ ഇത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ടീത്ത് വളരെ ചെറുതായതുകൊണ്ടാണ്, പക്ഷെ ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരു ഡെലിവറിക്ക് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകും, ഒരു ഹാർട്ട് സർജറിക്ക് കാർഡിയോളജിസ്റ്റിനായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റിയിലെ പോലെ തന്നെ പല്ലിൽ കമ്പി ഇടുന്നതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഓർത്തോഡോണ്ടിസ്റ്റ്. അലൈനേഴ്സ് ചെയ്യുന്നതിലുള്ള അവരതിൽ എക്സ്ട്രാ ഒരു BDS കഴിഞ്ഞിട്ട് 3 വർഷം എക്സ്ട്രാ നമ്മൾ പഠിച്ച് ടീത്തിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിച്ച്, അലൈനേഴ്സ് ആണെങ്കിൽ അതിൽ സർട്ടിഫിക്കേഷൻ എടുത്ത് അതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ നമ്മൾ ആ ഒരാളെ ചൂസ് ചെയ്യണോ അതോ നമ്മൾക്ക് ജനറലി ഉള്ള ഒരാളെ ചൂസ് ചെയ്യണോ എന്നുള്ളത് മനസ്സിലാവുമല്ലോ. മനസ്സിലായി. പല്ലിന് ക്ലിപ്പിടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെ തന്നെ പോയി കാണണം. അതെ, അതേപോലെ റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് ആണ് എൻഡോഡോണ്ടിസ്റ്റ്. പിന്നെ പല്ല് വെക്കുന്നതിലുള്ള സ്പെഷ്യലിസ്റ്റ് പ്രോസ്റ്റഡോണ്ടിസ്റ്റ്. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഡെന്റിസ്ട്രിയിൽ. അപ്പൊ നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഡു ഇറ്റ് വിത്ത് എ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്മൈൽ കറക്ഷൻ ആണ് എന്നുള്ളതാണ്. ബിക്കോസ് എല്ലാവർക്കും ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല സ്മൈൽ കറക്ഷൻ ഡോക്ടറെ കണ്ടുപിടിക്കണം, പക്ഷെ ഇത് ആര് ചെയ്യും എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാന്ന്. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണോ ഒരു ഡോക്ടറെ കാണുമ്പോൾ സ്മൈൽ കറക്ഷൻ ഡോക്ടർ എന്ന് തന്നെയാണോ അപ്പോൾ അവരെ പറയുക? അല്ല, സ്മൈൽ കറക്ഷൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം. അതിൽ ഒന്നാണ് നമുക്ക് പല്ലിൽ കമ്പി ഇട്ടിട്ടോ അല്ലെങ്കിൽ അലൈനേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വെനീർ അല്ലെങ്കിൽ ക്രൗൺസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മുടെ ഓരോ പേഷ്യന്റിനും എന്താണ് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഡോക്ടറുടെ ചെല്ലുമ്പോൾ ആ ഡോക്ടർ ഇത് ഞാനല്ല ചെയ്യുന്നത് മറ്റൊരാളാണ് എന്ന് സജസ്റ്റ് ചെയ്യാറുണ്ടോ? അത് എൻ്റെ ക്ലിനിക്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ക്ലിനിക്കിൽ എല്ലാ റൂട്ട് കനാൽസും ചെയ്യാറുള്ളത് എൻഡോഡോണ്ടിസ്റ്റ് ആണ്. അതേപോലെ പല്ലിൽ കമ്പി ഇടുന്നതും അല്ലെങ്കിൽ അലൈനർ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നതും സ്പെഷ്യലിസ്റ്റ് ഓർത്തോഡോണ്ടിസ്റ്റ് തന്നെയാണ്. ഡോക്ടറുടെ ക്ലിനിക് എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ വീടും കൂടെ ഞാൻ ആലോചിച്ച് പോയായിരുന്നു. അതായത് വീട്ടിൽ 4 ഡെന്റിസ്റ്റുമാർ, അതായത് ഭാര്യ, ഭർത്താവ്, ബ്രദറിന്റെ വൈഫ്.
നിങ്ങളുടെ കോൺവെർസേഷനും നിങ്ങളുടെ ലോകം മുഴുവനും ഈ ഡെന്റിസ്ട്രി തന്നെയാണോ? ഒരു 80% അത് തന്നെയാണ്. ആണോ? എന്താ എന്താ നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പല്ലുമായി ബന്ധപ്പെട്ട്? ഞങ്ങൾ കൂടുതലും ഡെന്റിസ്ട്രി അല്ലെങ്കിൽ നമ്മളുടെ പേഷ്യൻ്റ് ഡിസ്കഷൻസ്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു ഓവറോൾ ടോപ്പിക്സ് എന്ന് പറയുന്നത്. എന്നെ കാണാൻ വരുന്ന ഒരു പേഷ്യന്റ് ചിലപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ഒക്കെ ഒരു ഡിസ്കഷൻ ആണ്, അവർ പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷെ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് പേഴ്സണലി തരുന്നത്, അപ്പോൾ വേറൊരു ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ തന്നെ വി ഡിസ്കസ് എ ലോട്ട്. നമുക്കൊരു കോംപ്ലക്സ് കേസ് ആണെങ്കിലും എല്ലാവരുടെയും ഐഡിയാസ് ക്ലബ് ചെയ്തിട്ട് നമുക്കൊരു നല്ല ട്രീറ്റ്മെന്റ് പ്ലാൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു റെഫറൻസ് ഉണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും വിശ്വസിക്കാനും പറ്റുന്നൊരു റെഫറൻസ് ഫാമിലിയിൽ തന്നെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഡോക്ടർ എപ്പോഴെങ്കിലും വളരെ കോംപ്ലക്സ് ആയി ചെയ്ത ഒരു പ്രൊസീജിയർ ഡോക്ടർക്ക് മനസ്സിലുണ്ടാവില്ലേ? അത് ഏതാണെന്നൊന്ന് പറയാവോ? കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്, ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ആൾക്ക് വായ്ക്കകത്ത് കുറേ സൂപ്പർ ന്യൂമററി ടീത്ത് എന്ന് പറയുന്നത് എക്സ്ട്രാ ടീത്തുകൾ ഉണ്ടായിരുന്നു. ഈ ടീത്തുകളൊക്കെ വായ്ക്കകത്ത് ഇരുന്നിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ബൈറ്റ് ഫുൾ പ്രശ്നമായിട്ട് ആൾക്ക് ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു, കടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പല്ലുകൾ ഉണ്ടാകുന്ന ഒരുപാട് വർഷങ്ങൾ എടുത്തല്ലേ? അപ്പൊ ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റാതെ വരുമോ? അതെ, ചിലർക്കുണ്ടല്ലോ, നമ്മൾ ഉള്ള പല്ല് 32 പല്ല് വായിൽ വന്നാലും അതിനകത്ത് വീണ്ടും പല്ലുകൾ വരും. എക്സ്ട്രാ ടീത്ത് വരാം, അല്ലെ വായ്ക്കകത്ത് എല്ലിന്റെ ഇടയിൽ ചിലപ്പോൾ സിസ്റ്റ് വരാം. എല്ലാ ശരീരം പോലെയാണല്ലോ നമ്മുടെ വായ്ക്കകത്തും അങ്ങനെ കോംപ്ലക്സിറ്റീസ് നമ്മൾ അറിയാതെ കിടക്കുന്നതായിരിക്കും. വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റ്സിന് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഇതൊക്കെ ഇതിനകത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്തു പോകാന്നുള്ളതാണ് കാര്യം. ഈ ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ഒരു ഏരിയ ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസിൽ പോയി ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് നമ്മൾ ഇൻഷുറൻസുകാർ ആരെ എടുത്ത് നോക്കിയാലും ഈ ഡെന്റൽ പാർട്ട് അവർ കവർ ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇൻഷുറൻസും ഇല്ല, പിന്നെ ഇവിടെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പൈസയാവും. അതുകൊണ്ട് അത് തൽക്കാലം ചെയ്യാതിരിക്കാം, നമുക്ക് പെയിൻ വരുന്നവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം, പെയിൻ വന്നാലും ഏതെങ്കിലും പെയിൻ കില്ലറിൽ മാനേജബിൾ ആണെങ്കിൽ അങ്ങനെ പോകട്ടെ എന്നൊക്കെയുള്ളത്. സത്യത്തിൽ ഈ ഡെന്റൽ പാർട്ട് എന്ന് പറയുന്നത് ഇത്രമാത്രം എക്സ്പെൻസീവായ ഒരു ഏരിയ ആണോ? ഡെന്റിസ്ട്രി അല്ല എക്സ്പെൻസീവ്, നെഗ്ലെക്റ്റ് ആണ് എക്സ്പെൻസീവ്. നമുക്കൊരു പല്ല് അടയ്ക്കാൻ, ഒരു ചെറിയ കേട് വരുമ്പോൾ അത് അടയ്ക്കാൻ ചിലപ്പോൾ നമുക്കൊരു 1000 രൂപയായിരിക്കും ആവുന്നത്. ഇനി ആ പല്ലിൽ വേദന വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ റൂട്ട് കനാൽ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു 3000-4000 റുപ്പീസ് ആവും അത് റൂട്ട് കനാൽ ചെയ്യാനായിട്ട്. റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രൗൺ ഇടണം അതിൽ, അവിടെയും വരും നമുക്കൊരു എക്സ്ട്രാ എക്സ്പെൻസ്. ഇനിയിപ്പോൾ നമ്മൾ ആ പല്ലിനെ റൂട്ട് കനാലും ചെയ്യേണ്ട ക്രൗണും ചെയ്യേണ്ട, എടുത്ത് കളഞ്ഞ് പിന്നെ നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവിടെ പല്ല് വെക്കണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ടീത്തുകൾ ക്രൗൺ ആക്കിയിട്ട് വേണം നടുക്ക് ബ്രിഡ്ജ് വെക്കാൻ. അപ്പൊ ഈ ഉള്ള എക്സ്പെൻസ് into 3 വരും ആ സമയത്തേക്ക്. ദ മോർ യു നെഗ്ലെക്ട് മോർ എക്സ്പെൻസീവ് ഡെന്റിസ്ട്രി ബിക്കംസ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്ലീനിങ് ചെയ്തു പോകാൻ 6 മാസം കൂടി ഇരിക്കുമ്പോൾ ചെയ്തു പോകാൻ ചില്ലറ പൈസയല്ലേ ആവണുള്ളൂ. നമ്മുടെ ഹെൽത്ത് നോക്കി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കോസ്റ്റ് കുറയ്ക്കാം. ആണ്. ഇപ്പോൾ ഒരു ഡെന്റൽ ഹൈജീന്റെ ഭാഗമായിട്ട് ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക? ഞാൻ ബ്രഷിംഗ് ഇസ് മാൻഡേറ്ററി, ഫ്ലോസിംഗ് ഈസ് മാൻഡേറ്ററി. ഐദർ നമ്മുടെ നോർമൽ ഫ്ലോസ് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസർ യൂസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. പ്രൊഫഷണൽ ക്ലീനിങ് എവറി 6 months ഇഫ് പോസിബിൾ അറ്റ്ലീസ്റ്റ് once a year ചെയ്യാറുണ്ട്. പിന്നെ കേരീസ് കേടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് ക്ലീൻ ആക്കാറുണ്ട്, ഫില്ല് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ നമ്മുടെ പ്രൊഫഷൻ, ഒരുപാട് പേര് നമ്മുടെ പ്രൊഫഷനിൽ നിന്ന് തന്നെ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യില്ല. ബിക്കോസ് ഈ പറഞ്ഞ പോലെ വേൾഡ് ഭയങ്കര ചെറുതാവും, നമ്മൾ രണ്ടുപേരും ഇത് മാത്രമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നമ്മളെക്കാൾ ഉയർന്ന നമ്മുടെ പാർട്ട്ണർ പോകുമ്പോൾ ഒരു പ്രൊഫഷണൽ ജലസിക്കുള്ളൊരു സാധ്യത എവിടെയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും എൻറ്റയർലി ഡിഫറെൻറ്റ് പാത്തുകൾ തിരഞ്ഞെടുക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടായിരുന്നു ഡോക്ടർ എനിക്കും ഇതേ പ്രൊഫഷണൽ തന്നെ ഉള്ള ഒരാൾ മതി പാർട്ട്ണർ എന്ന് ചിന്തിക്കാനുണ്ടായ ഒരു കാരണം? അത് പലർക്കും പല പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. എനിക്ക് പക്ഷെ എൻ്റെ ലൈഫിൽ ഒരു ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് തോന്നിയത് അതാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ ഇടയിൽ ഒരു ഈഗോ ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മറിച്ച് ഉണ്ടാവാതിരിക്കട്ടെ തിരിച്ച് സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ക്രിറ്റിസിസംസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അത് ഡെയിലി ഉണ്ട്. ലൈക്ക് ഇഫ് ഐ ഡു സംതിങ് റോങ്, ആൾ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, ഇത് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണം. അത് തിരിച്ച് ഞാനാണെങ്കിലും സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് പക്ഷെ നമ്മളെ വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് ഒരു സപ്പോർട്ട് ഉണ്ട്
എപ്പോഴും നമുക്ക് ഞാൻ എന്ത് ചെയ്താലും എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ കൊണ്ട് പറ്റും എന്ന് പറയാൻ ഒരാളുള്ളപ്പോൾ അത് നമ്മളെ വീണ്ടും ഗ്രോ ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മള് ഈ ഡോക്ടേഴ്സ് ആയാൽ മാത്രം പോരാ, ഇപ്പൊ നമ്മൾ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും അത് പിന്നെ വീഡിയോയും കൂടെ എടുത്ത് നാട്ടുകാരെ അറിയിക്കണം, ഒരു വീഡിയോ പ്രൊഡക്ഷനിസ്റ്റും കൂടെ ആകണം, ആങ്കർ ആവണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത്തരം സ്ട്രെസ്സുകൾ ഡോക്ടർ അനുഭവിക്കാറുണ്ടോ? ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെടുത്തതല്ല കേട്ടോ. ഞാൻ ആക്സിഡന്റലി കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പൊ അതിലുള്ള റെസ്പോൺസ് വളരെ നല്ലതായതുകൊണ്ട് പിന്നെ എനിക്കത് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. പക്ഷെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് ഒരു ഡോക്ടറിനെ സെലക്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഡോണ്ട് ഡു ഇറ്റ്. എന്റെ അടുത്ത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ മാത്രം കണ്ട് ഡോക്ടറെ ഞാൻ വീഡിയോയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരുന്നൊരു പേഷ്യന്റ് ആണെങ്കിൽ ഞാനത് ഒരിക്കലും എൻകറേജ് ചെയ്യാറില്ല. കാരണം നമ്മൾ ഡോക്ടറിന്റെ സ്പെഷ്യലൈസേഷൻ നോക്കണം, ആളുടെ എക്സ്പീരിയൻസ് നോക്കണം. ജസ്റ്റ് ബിക്കോസ് ഞാൻ റീലിൽ വരുന്നുണ്ട്, നിങ്ങളുടെ ഫോണിൽ ഇടയ്ക്ക് എന്നെ കാണുന്നുണ്ടെന്ന് വെച്ച് എന്നെ കണ്ണടച്ച് വിശ്വസിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അത് നമ്മൾ നോക്കണം. ആ ഡോക്ടർ എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്, ആ ഡോക്ടർ ജെനുവിനിറ്റി ഉള്ള ആളാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓൺലൈൻ ത്രൂ മാത്രമായിട്ട് ഒരാളെ സെലക്ട് ചെയ്തതെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ ഈ ഡോക്ടേഴ്സിന്റെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്ന പേഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന പ്രശ്നം എന്താണ്? എന്നെ കാണാൻ വരുന്നത് കൂടുതലും ടീനേജ് പ്രായത്തിലുള്ളത് അല്ലെങ്കിൽ ഒരു യങ് അഡൽട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കാം. പല്ലിൽ നിര തെറ്റിയിട്ടുള്ളത്, ഗ്യാപ്പുകൾ, പൊങ്ങിയിട്ടുള്ള പല്ല്, അതൊക്കെയാണ് മെയിനായിട്ട്. ഗമ്മി സ്മൈൽസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ആളുകൾ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ നമ്മൾ ടീനേജ് പ്രായം അല്ലെങ്കിൽ ഒരു യങ് അഡൽട്ട് പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഹാപ്പി എൻജോയിങ് ടൈമാണെന്ന്. പക്ഷെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാൾക്ക് അത് അത്ര എൻജോയിങ് ടൈം അല്ല. അവർ ചിലപ്പോൾ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവരെ തന്നെ ഐസൊലേറ്റ് ചെയ്യുന്നവരായിരിക്കാം. അവർക്ക് ചിരിക്കുമ്പോൾ ഒരു മടി ഉണ്ടെന്ന് വെച്ചിട്ട് പലപ്പോഴും ചിരിക്കാതിരിക്കുന്നവരോ പുറത്തു പോകുമ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ പോവാതിരിക്കുന്നവരായിരിക്കാം. ഇതൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഐ ഫീൽ ഞാൻ കുറച്ച് റെസ്പോൺസിബിൾ ആണ് അവരുടെ ആ സ്മൈല് തിരിച്ചു കൊടുക്കാനും അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും ഉള്ളത്. ഐ ആം ഏബിൾ ടു ഡു ഇറ്റ്. ആ ഒരു കാര്യം ആണ് എനിക്ക് ഏറ്റവും മെയിനായിട്ട് തോന്നിയിട്ടുള്ളത്. ഡോക്ടറുടെ അടുത്തേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ ഇതിന് പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞു വിടുന്ന അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാകുന്നുണ്ടോ? ബിക്കോസ് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നു, പല്ലിനൊരു കേടുണ്ട് കേട്ടോ, പല്ലിനൊരു പൊട്ടലുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും പറയുന്നതാണ് കേൾക്കുന്നത്. അങ്ങനെ അല്ലാത്ത ഇങ്ങനെ വളരെ പെർഫെക്റ്റ് ആയ പല്ലുള്ളവർ ഇപ്പോഴുണ്ടോ? ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. റീസെന്റ് എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൾ ഓൾറെഡി ഒരു വട്ടം കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ ആള് കമ്പി ഇട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഡോക്ടർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാനത് ആളോട് പറയുകയും ചെയ്തു, ആരാണോ ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ ടോൾഡ് ഹർ, നിങ്ങൾക്കൊരു ആളുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പല്ല് കറക്റ്റ് ആണോ, മോള പിന്നെയും പൊങ്ങിയിട്ടാണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ട്രീറ്റ്മെന്റ് എക്സ്ട്രാ വേണ്ട, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലേ, അതായത് പല്ലിന് വേറെ ഒരു കംപ്ലൈന്റുകളും ഇല്ലാതെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ്. നമ്മള് ഈ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ മാത്രം സംസാരിക്കും, വിചാരിക്കും എല്ലാവർക്കും പ്രശ്നങ്ങളാണെന്ന്. സത്യമാണ്, ഞാൻ അങ്ങനെ വിചാരിച്ചത്. കാരണം പല്ലിന് ഒരിക്കലെങ്കിലും ഒരു ഓട്ടയെങ്കിലും അടയ്ക്കാത്ത ഒരാളും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ചില ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മൾ കാണുമ്പോൾ സർപ്രൈസ്ഡ് ആവും, ഒരു കുഴപ്പമുണ്ടാവില്ല പല്ലിന്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരുണ്ടാവും. ആണ് ഈ ഫേസ്കോ എന്ന് പറയുമ്പോൾ ഫേസ്കോ ഡെന്റൽ ആൻഡ് സ്കിൻ എന്നുള്ളതാണ് കംപ്ലീറ്റ് ആകുന്നത്. ഈ ഡെന്റൽ പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കിൻ എന്ന് പറയുന്ന പാർട്ടിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരിക്കും അവിടെ ക്ലിനിക്കിൽ നിന്ന് ഓഫർ ചെയ്യുന്നത്? അവിടെ ഒരു പ്യുവർലി ഡെർമറ്റോളജി ബേസ്ഡ് ആണ് സ്കിൻ വരുന്നത്. ഡെന്റിസ്റ്റ്, ഞങ്ങളുടെ ഒരു റൂളാണ്, ഡെന്റിസ്റ്റ് ആർ നോട്ട് സപ്പോസ് ടു എൻ്റർ ഇൻ ടു ദാറ്റ് ആ ഒരു ഏരിയയിലേക്ക്. അപ്പോൾ കംപ്ലീറ്റ്ലി ബൈ എ ഡെർമറ്റോളജിസ്റ്റ് അവർ നോക്കി കണ്ട് ആസ് എ ട്രീറ്റ്മെന്റ് പാർട്ടായിട്ട് തന്നെയാണ് സ്കിൻ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു ഡോക്ടറെ ഈ ഡെന്റൽ മാത്രമായിരുന്നിടത്തേക്ക് സ്കിന്നും കൂടെ കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടായിരുന്നു? നമുക്ക് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ടീമിൽ വി ഹാഡ് എ ഫ്യൂ റിയലി ഗുഡ് ഡെർമറ്റോളജി ഡോക്ടേഴ്സ്. അപ്പോൾ അവരുടെ ഒരു സർവീസ് കാരണം നമുക്കുള്ള എൻക്വയറീസ് കൂടുതലായിരുന്നു. പേഷ്യന്റ് ഫ്ലോ കൂടി വന്നതുകൊണ്ട് ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു പോയി. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ള ഡോക്ടേഴ്സും വളരെ നല്ല ഡോക്ടേഴ്സാണ്. അപ്പോൾ ആ ഒരു ആളുകളുടെ ഒരു ആവശ്യം കാരണമാണ് ഞങ്ങൾ സ്കിൻ
ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എങ്ങനെയെങ്കിലും ഒരു പല്ലിനെ പ്രിസർവ് ചെയ്ത് വെക്കാം, പല്ല് പറിച്ച് കളയണ്ടെന്ന്. പണ്ടൊക്കെ പല്ല് പറിച്ച് കളയാൻ ഭയങ്കര കോമൺ ആയിരുന്നു. ഒരു പരിധിക്കപ്പുറം കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങ് പറിച്ച് കളയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് ഇൻ ട്രെൻഡ് ഉണ്ടായത്? പണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പല്ല് പറിച്ചില്ലെങ്കിൽ അതിലുള്ള ഒരു ഓപ്ഷൻ റൂട്ട് കനാൽ ചെയ്യാന്നുള്ളത്. അതൊക്കെ ആളുകൾ കേൾക്കുമ്പോൾ വലിയൊരു കാര്യമാണ്. അതിന് പിന്നെ 2-3 വിസിറ്റ് ഒക്കെ വേണ്ടി വരും. അതേപോലെ ഒരു ലോങ് പ്രോസസ്, കോസ്റ്റ്ലി പ്രോസസ് എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ ഈസി വേ എന്താ, പറിച്ചു കളയുക. പക്ഷേ ഈ പറിച്ചു കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗൈൻ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുള്ള പല്ലുകൾ ആ സ്പേസിലേക്ക് വരും, മുകളിലെ പല്ലുകൾ താഴ്ന്നു വരും, ബൈറ്റ് കൊളാവും. അതേപോലെ നമുക്ക് ജോയിന്റ് ഇഷ്യൂസ് ഒക്കെ വരും. അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ വെരി വെൽ അവെയർ ഓഫ് വാട്ട് ക്യാൻ ഗോ റോങ്. അപ്പൊ ആ അറിവ് കാരണമാണ് ഈ ഒരു ചേഞ്ച് ഇൻ ട്രെൻഡ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾക്ക് നമ്മുടെ ഒരു ടീത്ത് ആണെങ്കിലും അത് പോയാൽ പിന്നെ പോയി. നമുക്ക് വേറെ ആർട്ടിഫിഷ്യൽ ടീത്ത് എത്ര വെച്ചാലും നമ്മുടെ നാച്ചുറൽ ഉള്ള ടീത്തിന്റെ അത്ര ആവില്ല. ഈ ഒരു തിരിച്ചറിവ് ആളുകൾക്കൊക്കെ ഉണ്ടായി തുടങ്ങിയല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. വളരെ കുറവാണ് ആളുകൾ വന്നിട്ട് നമ്മളുടെ ക്ലിനിക്കിൽ വന്നിട്ട് ഡോക്ടർ ഇത് സേവ് ചെയ്യേണ്ട, എടുത്ത് കളഞ്ഞേരെന്ന് പറയുന്നത് വളരെ കുറവാണ്. ആണല്ലേ? ഈ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മളൊരു ക്ലിനിക്കിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇത്രയും സെലിബ്രിറ്റീസ് പോകുന്ന ഡോക്ടറാണ്, അപ്പോൾ ആ ഡോക്ടർ അടിപൊളിയായിരിക്കും, അങ്ങനെ അവിടെ പോയേക്കാം എന്നുള്ളത്. ആ ഒരു ട്രെൻഡിനോട് ഡോക്ടർക്ക് എന്താണ് അഭിപ്രായം? എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ നമ്മളുടെ അടുത്ത് വന്നിട്ടുള്ള മീഡിയയിൽ ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർ റെഫറൽസ് ത്രൂ ആണ് വന്നിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. ആരെങ്കിലും നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവരുടെ അടുത്തൊരു പോസിറ്റീവ് റെസ്പോൺസ് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വന്ന് ട്രസ്റ്റഡ് ആയിട്ട് ചെയ്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാലും നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഡോക്ടറിനെ സെലക്ട് ചെയ്യേണ്ടത്. അവരുടെ ആവശ്യം അല്ലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോ ആളുകൾക്കും എന്താണോ ഏറ്റവും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് സെലിബ്രിറ്റീനെ കണ്ട ഡോക്ടറാണെന്ന് പറഞ്ഞ് ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വന്ന് കമ്പിട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ വീണ്ടും അത്രയും തന്നെ ട്രാവൽ ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടല്ലോ. സോ സംടൈംസ് ഇറ്റ് ഈസ് ഗുഡ് ടു ചൂസ് എ ഡോക്ടർ നിയർ ബൈ. ചിലപ്പോൾ ഇറ്റ് ഈസ് ഗുഡ് ടു ചൂസ് എ ഡോക്ടർ ഒരു സ്പെഷ്യലിസ്റ്റ് പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓരോ ആളുകൾക്കും എന്താണോ ഏറ്റവും ബെസ്റ്റ് റിക്വയർമെന്റ് അങ്ങനെ ഒരു ഡോക്ടറിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഈ ഫേസ്കോ എന്നുള്ള പേരിടാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഫേസ് ആൻഡ് കോസ്മെറ്റോളജി എന്നാണ് ഞാൻ ആദ്യം നമ്മളൊരു പേരുകൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് വന്നപ്പോൾ സംതിങ് റിലേറ്റഡ് ടു ഫേസ് എന്നുള്ള ഇതിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ വന്നൊരു പേരാണ്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കുറച്ച് യുണീക്കായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എല്ലാവർക്കും പെട്ടെന്നൊരു പറയുമ്പോൾ കിട്ടത്തില്ല, ഫേഷ്യോ ആണോ ഫേസ്കോ ആണോ ഒരു പ്രൊനൗൺസിയേഷൻ എന്താണെന്നുള്ളത്. സോ ഐ ഫെൽറ്റ് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ വേറൊരു കാര്യം, എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ജോ കറക്ഷൻസും കൂടെയാണ്, കുട്ടികളിലുള്ള എല്ലിൻ്റെ കറക്ഷൻസ്. അപ്പോൾ അത് നമ്മുടെ ഫേസിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് അതൊക്കെ ഈ പറയുന്നത് അല്ല അല്ലേ? ഈ പല്ലിൽ ക്ലിപ്പിടുക എന്ന് പറയുന്നത് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഒരു പല്ല് പൊങ്ങിയതാണ്, അല്ലെങ്കിൽ ഒരു പല്ല് ഇടംപല്ല് എന്നൊക്കെ പറയുന്ന കാര്യം, ഇതിനൊക്കെ പല്ലിന് ക്ലിപ്പിടുക എന്ന് പറയുന്നത് മാത്രമാണോ മാർഗമുള്ളത് ഡോക്ടറെ? എന്നാൽ ഇപ്പൊ പലർക്കും 2-3 വർഷമൊക്കെ പല്ലിൽ ക്ലിപ്പിട്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഒന്ന്, നമുക്ക് പല്ലിൽ 2-3 വർഷം ക്ലിപ്പിട്ട് നടക്കേണ്ട ആവശ്യം എല്ലാവർക്കും ഇല്ല. കോംപ്ലെക്സ് ആയിട്ടുള്ള കേസസിൽ ഒരു 3 വർഷമൊക്കെ വരെ ട്രീറ്റ്മെന്റ് പോകുന്ന കേസസ് ഉണ്ട്. എന്നാലും മോസ്റ്റ് കേസസ് 1-1.5 വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസസ്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ അലൈനേഴ്സ് ആണ്. ക്ലിയർ അലൈനേഴ്സ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് പല്ലിനെ കറക്റ്റ് ആയിട്ട് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. ആണ്. അപ്പൊ ഈ അലൈനേഴ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണോ? അലൈനേഴ്സ് പൊതുവെ എക്സ്പെൻസീവ് ആണ്. ഒരുപാട് ടൈപ്പ് അലൈനേഴ്സ് ഉണ്ട്. അത് എക്സ്പെൻസീവ് കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ബ്രാൻഡ്സ് ഇപ്പം അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഇപ്പോൾ പ്രൈസ് കുറഞ്ഞ ഒരു അലൈനർ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് കോംപ്രമൈസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് എ വേർഡ്, കോംപ്രമൈസ്. പ്രൈസ് കുറഞ്ഞ ഒരു അലൈനർ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ കുറേ ആഡ്സ് എൻ്റെ ഫോണിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് അലൈനർ തരും. അതൊരു പ്രൊഡക്റ്റ് അല്ല, അതൊരു ടൂളാണ്. ഒരു ഓർത്തഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ പല്ലിനെ നീക്കാൻ കഴിവുള്ള ഒരു ഡോക്ടറിനെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അത് ഏത് ബ്രാൻഡ് ആണെങ്കിലും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അതിലെ റിസൾട്ടും അതിനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമുക്ക്. അതെന്താ ഡോക്ടറെ? ഇപ്പൊ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ആവശ്യം? നമ്മുടെ പല്ല് നിരയൊത്ത പല്ലാകണം. അതിൽ ഈ റിസൾട്ട് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നില്ലേ? നമുക്ക് ചില കേസസിലുണ്ടല്ലോ, ചില കേസിൽ ഫ്രണ്ടിൽ മാത്രമായിരിക്കും കറക്ഷൻസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് പുറകിലേക്കുള്ള മാലക്ലൂഷൻസ് അഡ്രസ്ഡ് ആവുന്നില്ല. അതൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട്. ഭാവിയിൽ ജോ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ബൈറ്റ് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ പല്ലിനെ പ്രോപ്പർ
കടിയിലേക്ക് നമ്മുടെ ഫേസിന് ഭംഗിയുള്ളൊരു രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ പൊങ്ങിയതിനെ താഴ്ത്തി അല്ലെങ്കിൽ വിടവിനെ ക്ലോസ് ചെയ്തൊന്നതുകൊണ്ട് മാത്രമല്ല ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ അത് ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഇതിന്റെ മെറ്റീരിയൽ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ, അല്ലെങ്കിൽ നമ്മുടെ പല്ലിലേക്ക് അൺനെസസറിലി ഒരുപാട് ഫോഴ്സ് കൊടുക്കുന്ന ടൈപ്പ് അലൈനേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഒരുപാട് സൂപ്പർവിഷൻ ഇല്ലാതെ ചെയ്ത് വരുന്ന അലൈനേഴ്സും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല്ലിന്റെ അറ്റത്തുള്ള എല്ലുകൾക്കൊക്കെ കേട് വന്നേക്കാം, ടീത്ത് വീക്കായിട്ട് വന്നേക്കാം. അതങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. ഈ പല സെലിബ്രിറ്റികളുടെയും പല്ലൊക്കെ നോക്കുമ്പോൾ തിളങ്ങുന്ന പല്ലുകൾ, നമ്മൾ ഏതെങ്കിലും ഒരു പേസ്റ്റിന്റെ പരസ്യത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും അതിഗംഭീരമായ പല്ലുകൾ. ഇത് സത്യത്തിൽ അങ്ങനെ ആ ഒരു അവസ്ഥ നമുക്ക് സാധാരണക്കാരനും അച്ചീവ് ചെയ്യാൻ സാധിക്കൂ? ഡെഫിനറ്റ്ലി അതൊക്കെ സാധിക്കും. അതെങ്ങനെയാണ്? നമുക്ക് നാച്ചുറലി ഉള്ള പല്ലുകൾക്ക് വലിയ ഡാമേജസ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളിൽ, അതായത് കളറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ബ്ലീച്ച് ചെയ്തിട്ട് കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ടീത്തിന്റെ സൈസോ ഷേപ്പോ അങ്ങനെയൊക്കെ വെനീറിങ് ഒരു ഓപ്ഷൻ ഉണ്ട്. ടീത്തിനെ കുറച്ചുകൂടെ തിളങ്ങിയിട്ട് ഭംഗിയിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് പെർമനന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അതായത് പെർമനന്റ് ആയിട്ട് ഒരു തവണ ഞാൻ വന്ന് ഇങ്ങനെയുള്ള ബ്ലീച്ചിങ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ കളറിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു, അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ പല്ല് ഇങ്ങനെ തന്നെ നിൽക്കുമോ? ഇല്ല. ബ്ലീച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഈ കളർ തിരിച്ചു വരും. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതപ്പോ എത്ര കാലത്ത് നമുക്കൊരു ഗ്യാപ്പ് കിട്ടും? ഒരു വർഷമെങ്കിലും നമുക്ക് ഈ ബ്ലീച്ച് ഒക്കെ ചെയ്ത പല്ല് അങ്ങനെ നിൽക്കൂ? നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ ബ്ലീച്ച്. നമുക്ക് ഏത് ടൈപ്പ് ബ്ലീച്ച് ആണ്, അതിൽ ഏത് ഏജന്റ് ആണ് യൂസ് ചെയ്യുന്നതൊക്കെ എന്നുള്ളതനുസരിച്ചിട്ടുണ്ട്. നമുക്ക് ലോങ് ടേം ആയിട്ട് ഒരു കുറച്ചുകൂടെ നാളെ നിൽക്കുന്ന ടൈപ്പ് ബ്ലീച്ചിങ് ഉണ്ട്. അതേപോലെ ഷോർട്ട് ടേം ആയിട്ട് വലിയ ക്വാണ്ടിറ്റി ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യാത്ത ബ്ലീച്ച് ഉണ്ട്. ലേസർ യൂസ് ചെയ്തിട്ടുള്ള ബ്ലീച്ച് ഉണ്ട്. ഓരോന്നിനും ഓരോ ഇതായിരിക്കും, ഓരോ കാലയളവായിരിക്കും വരുന്നത്. ഡോക്ടർ ഇതിനെ സജസ്റ്റ് ചെയ്യും? ഞാൻ പൊതുവെ പേഷ്യൻസിനോട് അവരുടെ പല്ല് വലിയ കുഴപ്പമില്ലെങ്കിൽ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യണ്ടെന്നാണ് പറയാറുള്ളത്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ? ഞാനിത് ചോദിച്ചെന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല്ലിന്റെ ഇനാമലിന് കേടാണ്, അതുകൊണ്ട് പല്ല് പോകാനുള്ള അല്ലെങ്കിൽ കേട് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ നടത്താൻ ആഗ്രഹം ഉണ്ടായിട്ടും ഞാനൊക്കെ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചേ, അത് എന്തായിരിക്കും, അത് ചെയ്യുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ടോ? നമ്മളെല്ലാ ട്രീറ്റ്മെന്റ്സിനും എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് എഫക്ട്സ് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്, ഉണ്ടാവും എന്നല്ല. പിന്നെ നമുക്കൊരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അത് ആ പേഷ്യന്റിന് ആവശ്യമുള്ളതാണോ എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഇപ്പോൾ ഒരാൾക്കൊരു നോർമലി നാച്ചുറലി നല്ല പല്ലുകളാണെന്നുണ്ടെങ്കിൽ ദേ ഡോണ്ട് നീഡ് ഇറ്റ്. നോർമലി നമ്മളുടെ പല്ലിന്റെ കളർ ഒരു ലൈറ്റ് യെല്ലോയിഷ് ആണ്, പക്ഷെ എല്ലാവരുടെയും വിചാരം എന്റെ പല്ല് മഞ്ഞ കളറാണ്. അത് ശരിയാണ് അല്ലേ? പക്ഷെ നാച്ചുറലി എനിക്ക് നോക്കുമ്പോൾ ഐ സീ എ ലോട്ട് ഓഫ് ടീത്ത്. ഞാൻ കുറേ പല്ലുകൾ ഒരു ദിവസം കാണുന്നതായതുകൊണ്ട് അതെനിക്ക് നോർമലായിട്ട് എനിക്ക് തോന്നുന്ന കേസസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അതിന്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. എന്നാൽ ചിലർക്ക് അതിന്റെ ആവശ്യം വരുന്നുണ്ട്. അവരുടെ പല്ലുകൾ മഞ്ഞ കളർ ആയിരിക്കാം, അപ്പൊ അത് അവരുടെ ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഒരു കേസിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാക്കുകയാണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യും. ആണ്. ഇപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഈ ബ്ലീച്ച് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിട്ട് വരുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കല്യാണം വരുന്നതിന്റെ തൊട്ട് മുന്നേ ഒരു മാരേജ് ഡെന്റിസ്ട്രി എന്ന് വേണേ പറയാം. കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറെ ആളുകൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾ പറയാറുണ്ട്. അതാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഡോക്ടർ ഇത് സജസ്റ്റ് ചെയ്യാണോ ചെയ്യുന്നത്, അതോ അവരെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് മാക്സിമം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണോ ശ്രമിക്കുന്നത്? അതിലൊരു അവർക്കൊരു ഇഷ്യൂ ഉണ്ട്. അവർ പറയുന്നത് കാര്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ അതവർക്കൊരു അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള കേസസിൽ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ആണ് അല്ലേ? ഒരുപാട് പേർക്ക് പല്ലിന്റെ ഈ പറഞ്ഞ പോലെ കളറ്, പല്ലിന്റെ കേട്, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാം. പക്ഷെ നമ്മള് ഈ മോണ കാണിച്ചും കൂടെ ഉള്ള ചിരിയില്ലേ, അതായത് ഇങ്ങനെ ചിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മോണ കാണുന്നു, ഇതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? യെസ്, അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ട്. ആദ്യം നമ്മൾ എന്താണ് അതിലുള്ള ഇഷ്യൂ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ചിലർക്ക് ഈ ഗമ്മി സ്മൈൽ വരുന്നത് അവരുടെ ഒരു സ്കെലിറ്റൽ ഇഷ്യൂ ആയിരിക്കാം, മുകളിലത്തെ താടിയിൽ താഴേക്ക് വരുന്നത് കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കാം. ചിലർക്ക് ലിപ്സ് ഭയങ്കര തിന്നായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗംസ് ഓവർ ഗ്രോ ചെയ്യുന്നതുകൊണ്ട്, അതായത് വളരെ വലിയതായിട്ടൊരു ഗമ്മിന്റെ ഗ്രോത്ത് ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ ഇത് ഏതാണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഡെഫിനറ്റ്ലി ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കും. പക്ഷെ അത് എന്താ ഡോക്ടർ ചെയ്യാൻ പറ്റും? അതൊരു സർജിക്കൽ മെത്തേഡ് ആണോ? സർജിക്കൽ മെത്തേഡ് ഉണ്ട്. നമുക്ക് ഒരു പരിധിയിൽ കൂടുതലാണ് നമുക്ക് മോണ കാണുന്നതെന്നുണ്ടെങ്കിൽ അതിൽ സർജിക്കൽ കറക്ഷൻസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. അതല്ലാതെ തന്നെ നോൺ സർജിക്കലി നമ്മൾക്ക് പല്ലിൽ കമ്പി ഇട്ടിട്ട് ഈ ഒരു ബോണിനെ നമുക്ക് ഉള്ളിലേക്ക്
പുഷ് ചെയ്യാൻ പറ്റും. ഓ അത് ശരി. അതിന്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു എല്ലിന്റെ പൊസിഷൻ അത് കറക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു മോണ കാണിക്കുന്നതിന് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ആണ്. ഈ ഒരു ഏരിയയിൽ ഈ പല്ല്, മോണ, എല്ല് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവിടെയൊക്കെയുള്ള എല്ലുകൾ എന്നൊക്കെ പറയുന്നത് മുഴുവൻ പല്ലുമായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലുകളാണോ? നമ്മൾ ഇത്തരം ഇവിടെയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഈ ഭാഗത്ത് എന്ത് വേദന വന്നാലും ഒരു ഡെന്റിസ്റ്റിനെയാണോ കാണേണ്ടത്? അതെ, നമ്മുടെ ചെവിയുടെ മുന്നിലായിട്ട് താഴത്തെ താടിയെല്ലിന്റെ ഭാഗത്തായിട്ട് അത് തലയിലേക്ക് ചെറുതായിട്ട് റേഡിയേറ്റ് ചെയ്യുന്ന പോലത്തെ പെയിനൊക്കെ യൂഷ്വലി നമ്മുടെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് എന്ന് പറയും. താഴത്തെ താടിയിൽ നമ്മുടെ മുഖവുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു ജോയിന്റിന്റെ ഒരു ഇഷ്യൂസ് കാരണമായിരിക്കാം. പലർക്കും വായ തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ ഒരു ക്ലിക്ക് സൗണ്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. ആ ഒരു ക്ലിക്ക് സൗണ്ട് അല്ലെങ്കിൽ ചെറിയൊരു വേദന അനുഭവപ്പെടുന്നതൊക്കെ ഇതിന്റെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന്റെ ഡിസോർഡേഴ്സ് ആയിരിക്കാം. ഈ ഡിസോർഡേഴ്സ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് ചെറുപ്പത്തിലൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബോൾ വെച്ചിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവാം, നമ്മൾ താഴെ വീണിട്ട് ആ ജോയിന്റിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം. അതും അല്ലെങ്കിൽ നമ്മുടെ പല്ലുകൾ നേരെ തെറ്റിയിട്ടാണെങ്കിൽ അത് വരാറുണ്ട്. ബൈറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വായിൽ വെച്ചേക്കുന്ന ഒരു ക്രൗൺ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ ഈ ഒരു ജോയിന്റിനെ അത് എഫക്ട് ചെയ്യും. അപ്പൊ അത് വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലായിരിക്കും തുടങ്ങുന്നത്. ചെറിയൊരു ക്ലിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, പിന്നെ അതങ്ങ് ഓക്കെ ആവുന്നതായിരിക്കാം. പക്ഷെ ആ ഒരു റീസൺ നമ്മൾ കണ്ടുപിടിച്ചത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അത് നമ്മുടെ എല്ലുകളുടെ തേയ്മാനം വരെ സംഭവിച്ചേക്കാം. ഫ്യൂച്ചറിൽ ഒരുപാട് ആളുകൾക്ക് അവിടുത്തെ വേദന വിട്ടുമാറാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ പക്ഷെ ഇത് നമ്മള് ഡെന്റിസ്റ്റിനെയാണ് കാണേണ്ടതെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ. കാരണം ഇവിടത്തെ ഏരിയ അല്ല ENT-നെ കാണാം, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് നമ്മൾ പല പേഷ്യൻസും എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്നത്, ഡോക്ടർ ചെവിയുടെ പ്രശ്നമാണെന്ന് വെച്ചിട്ട് ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്, അത് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ആണെന്ന് വെച്ചിട്ടും പോയി കണ്ടിട്ടുണ്ട്, അവിടെ ഒന്നും പ്രശ്നം പറഞ്ഞിട്ടില്ല, ഇനി പല്ലിന്റെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ച് വരുമ്പോഴായിരിക്കും നമ്മൾ ഈ ജോയിന്റിന്റെ ഒരു ഇഷ്യൂ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന്റെ കറക്ഷൻസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതായത് നമ്മളിവിടെ ഒരു ചെറിയ പെയിൻ വന്ന് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നുമ്പോഴോ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അല്ലേ? അതെ, കണ്ടുപിടിക്കണേ നമുക്കൊന്ന് വായ തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ, അതേപോലെ വായ എപ്പോഴെങ്കിലും ലോക്ക് ആയിട്ട് ഒരിടത്ത് നിൽക്കുന്നുണ്ടോ, വായ അടയ്ക്കുമ്പോൾ വായ തുറന്നിട്ട് അടയ്ക്കുമ്പോൾ അത് നമ്മൾ ആ തുറന്ന പൊസിഷനിൽ നിന്ന് മാറിയിട്ടാണോ വായ അടയ്ക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഒരു കാര്യോട് ചോദിക്കട്ടെ ഡോക്ടർ, ഏതെങ്കിലും കാരണവശാല് നമ്മുടെ പല്ല് ഒരു ആക്സിഡന്റിലോ അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മുടെ പല്ല് പോയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ മുന്നിലെ പല്ലൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ച് എന്നെ കൊല്ലണേന് തുല്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു തരത്തിലും മാറ്റം വരാത്ത രീതിയിൽ ആ ഒരു പല്ലിനെ മാത്രമായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? പോയ പല്ലിനെ തന്നെ തിരിച്ചെടുത്ത് ഫിക്സ് ചെയ്യാം? അല്ല, പോയ പല്ലിനെ ഫിക്സ് ചെയ്യേണ്ട, അല്ലെങ്കിൽ മറ്റൊരു നമുക്കിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ മോഡിലാണെങ്കിൽ പോലും അതേ രീതിയിൽ തന്നെ ചിലപ്പോൾ പലരുടെയും ഞാൻ ശ്രദ്ധിച്ചില്ല, ഇത് ഞാൻ ചോദിക്കാൻ കാരണം പലരുടെയും ഞാൻ ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ ഒരു പോയ പല്ല് ഫിക്സ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും അതൊരു വേറൊരു പല്ലാണെന്ന് തോന്നുന്ന രീതി പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ ശരിയായിരിക്കും, കാരണം ഞാനിത് ഇത്രയും ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ തോന്നാത്ത രീതിയിലേക്ക് വളരെ നാച്ചുറൽ ഫീൽ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ വെക്കാൻ പറ്റുന്ന പല്ലുകളുണ്ടോ ആർട്ടിഫിഷ്യലായിട്ട്? വളരെയധികം നാച്ചുറൽ ടീത്തിനെ, ഒരുപക്ഷെ നാച്ചുറൽ ടീത്തിനെക്കാളും ഭംഗിയിൽ നിൽക്കുന്ന പല്ലുകൾ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷെ അപ്പൊ നമ്മുടെ പല്ലിന് ഒരു പ്രത്യേക ടെക്സ്ചർ ഉണ്ടാവും, ഒരു പ്രത്യേക കളർ ഉണ്ടാവും, അതേ രീതിയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അതെ, നമ്മുടെ ഇനാമല്, നമ്മുടെ ഡെന്റിൻ അതേപോലെ തന്നെ നമുക്ക് മിമിക് ചെയ്തിട്ട് നമ്മുടെ ടീത്തിന്റെ ട്രാൻസ്ലൂസൻസി, ഓരോ കളറ്, ഗ്രേഡ് ഓഫ് ഹ്യൂ, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ടീത്ത് ഉണ്ടാക്കി വെക്കാൻ പറ്റും. പിന്നെ ഈ പല്ലില് പലരും മറ്റേ മുത്തൊക്കെ വെക്കുന്നത് കാണാറുണ്ട്, ചില പല്ല് ഗോൾഡൻ പല്ലാക്കുന്നത് കാണാറുണ്ട്. ഇതൊക്കെ ഡോക്ടർ എൻകറേജ് ചെയ്യാറുണ്ടോ, അതോ അത് ഇത്തരം കാര്യങ്ങൾ അനാവശ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണോ? നമുക്ക് തൽക്കാലത്തേക്ക് ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്കൊരു ഹാപ്പിനെസ് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൈറ്റിനെയും നമ്മുടെ ജോയിന്റിനെയും ഇറിറ്റേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വൈ നോട്ട്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ആസ് ലോങ് ആസ് നമ്മുടെ ടീത്തിനെയും ഡാമേജ് ചെയ്യരുത്, ജോയിന്റിനും ഇഷ്യൂസ് ഉണ്ടാക്കാത്ത കാര്യങ്ങളാണ്, അതും ലോങ് ടേം ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ഒരു മുത്ത് പോലെയൊക്കെ സാധനം വെക്കുന്നതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മുടെ പല്ലിന് ഇതിനൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതേ ഇല്ല? ഇല്ല, അത് പ്രശ്നം ഉണ്ടാവത്തില്ല. അത് ജസ്റ്റ് ടീത്തിന്റെ മുകളിലേക്ക് നമ്മളൊരു മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യണത്. അത് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകനോട് ഡോക്ടർ ഏറ്റവും അത്യാവശ്യമായി നിങ്ങളിപ്പോൾ ഉടനടി ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്തായിരിക്കും?
വിസിറ്റ് യുവർ ഡെന്റിസ്റ്റ് ഫോർ എ ഡെന്റൽ ക്ലീനിങ്. ഈ ഡെന്റൽ ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഡോക്ടർ. കാരണം നമ്മൾ എത്രയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ഡെന്റൽ ഫ്ലോ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും 2 നേരം ബ്രഷ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും വീണ്ടും നമ്മൾ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോഴത്തേക്കും ഡോക്ടർ പറയാറുണ്ട് ചെളി ഉണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെയിൻ ഉണ്ട് എന്ന്. അത് എന്തുകൊണ്ടാണ് പിന്നെ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രഷ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രഷിംഗ് ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളതും കൂടെ പ്രോപ്പർ ആക്കണം. നമ്മൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ആയിരിക്കില്ല ബ്രഷ് ചെയ്യുന്നത്, ഓരോ പല്ലിനും നമുക്ക് റീച്ച് ആവുന്നില്ലല്ലോ പ്രോപ്പറായിട്ട്. അത് നമുക്ക് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഡെപ്പോസിറ്റ്സ് വന്നിരിക്കാനും മോണയ്ക്കകത്തേക്ക് ഡെപ്പോസിറ്റ്സ് കയറിയിരിക്കാൻ, പിന്നെ പല്ലിൻ്റെ ഇടയിൽ നമ്മൾ അറിയാതെ ചില കേടുകൾ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഫുഡ് വേസ്റ്റ് കയറി ഇരുന്നിട്ട് ബുദ്ധിമുട്ട് വരാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു പ്രൊഫഷണൽ ചെക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഡസൻ കോസ്റ്റ് മച്ച്. അതേപോലെ നമുക്ക് കുറച്ചുകൂടി ടീത്ത് ഹെൽത്തി ആക്കി വെക്കാൻ പറ്റും. ഡോക്ടർ വളരെ പാഷനേറ്റ് ആയിട്ട് ഈ പ്രൊഫഷനിലേക്ക് വന്ന ആളാണോ? പാഷനേറ്റ് ആയി പോയതാണ്. ഞാൻ ഇനീഷ്യലി MBBS എന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു. ബട്ട് വൺസ് ഞാൻ ഡെന്റിസ്ട്രിയിൽ വന്നത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്ലേസ് ഇതാണെന്നുള്ളത് റിയലൈസ് ചെയ്തു. കാരണം എനിക്ക് ഇതിൽ അത്രയും ടാലന്റ് ഉണ്ട്. ടാലന്റ് ഞാൻ പറയണതല്ല, നമുക്ക് നമ്മുടെ വിശ്വാസം ഉണ്ടാവണം. അതെ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് വളരെ ഭംഗിയിൽ ഇത് ചെയ്ത് തീർക്കാം. അങ്ങനെ കുറെ കേസസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവള് റെസ്പോൺസ് കിട്ടുമ്പോഴാണല്ലോ ആ കോൺഫിഡൻസ് വരുന്നത്. അപ്പൊ എന്റെ ഫീൽഡ് ഇതാണെന്നുള്ളത്, ഐ മീൻ ഞാൻ ഇത്രയും വേറെ ഒരു ഫീൽഡിലും ഹാപ്പി ആയിരിക്കില്ല. ഇത് ഓരോ പേഷ്യന്റിനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്ത് മാറ്റി തിരിച്ചു കൊടുത്തു വിടുമ്പോൾ ഡോക്ടർക്ക് കിട്ടുന്ന ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അത് അൺഡിഫൈനബിൾ ആണ്. എനിക്കിത് ഐ ഡോണ്ട് നോ ഹൗ ടു ടെൽ. ഞാൻ അപ്പോൾ അറ്റ് ഫീലിംഗ് നമ്മൾ ഒരാളുടെ ലൈഫ് പോസിറ്റീവ്ലി ചേഞ്ച് ചെയ്തു എന്നുള്ളത്, അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി ഫാക്ടർ അല്ലെങ്കിൽ ഞാനിടുന്ന എഫേർട്ട്, അതൊക്കെ അവിടെ നള്ളിഫൈ ആയി പോവാ. ദാറ്റ് ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഐ വർക്ക് ഫോർ ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ. മനസ്സിലായി. ഇപ്പോൾ ഒരു ചിരി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് നല്ലൊരു ചിരി ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു പോസിറ്റിവിറ്റി അയാളോട് ഫീൽ ചെയ്യാറുണ്ട്. ഈ ചിരിക്ക് അപ്പുറത്തേക്ക് നല്ല രീതിയിൽ നല്ല പല്ലുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെയും കൂടെ ഒരു ലക്ഷണമാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നല്ല പല്ലുകൾ ഉണ്ടാവട്ടെ. ഡോക്ടർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, 6 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുക. അത് എൻ്റെ അടുത്തേക്ക് തന്നെ വരണമെന്ന് നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണുക, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടറുടെ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പല്ലിന് ക്ലിപ്പ് ഇടുക, നിങ്ങൾക്ക് അലൈനേഴ്സ് നൽകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതിലെവിടെ ഞാനൊരു നല്ല ഡോക്ടറെ പോയി കാണും? ഇത് ഏറ്റവും നന്നായി ചെയ്യുന്ന, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഡോക്ടർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഞങ്ങൾക്കൊരു ഉത്തരം നൽകാം. ഫേസ്കോയുടെ co-founder ആയിട്ടുള്ള ഡോക്ടർ സ്നേഹയാണ്. അപ്പോൾ ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും. ഈ ഒരു പ്രൊഫഷൻ പാഷനാക്കി കൊണ്ടുപോകാനായിട്ട് ഡോക്ടർക്ക് വീണ്ടും സാധിക്കട്ടെ. ഒരുപാട് നല്ല പുഞ്ചിരികൾ നൽകാനായിട്ട് ഡോക്ടർക്ക് സാധിക്കട്ടെ. Wishing you all the very best and thank you so much. Thank you so much.